ഈ POP ക്ലാസ്സിന് പണം കൊണ്ട് ഒന്നും താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. എനിക്കൊരു 3.5 വർഷം മുമ്പ് ഹാർട്ടിന് കംപ്ലൈന്റ് വന്നു. എൻ്റെ 2 വാൽവ് മാറ്റി വെച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വാൽവൊക്കെ മാറ്റി വെച്ചല്ലോ, ഇനി കുഴപ്പമില്ല, എനിക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. വാൽവ് മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ഒരു രോഗിയായിട്ട് മാറിയത്. അത് ഏറ്റവും പ്രശ്നമായിട്ട് വന്നത് ഈ INR കൂടുക എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ INR കൂടും, അല്ലെങ്കിൽ INR കുറയും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ ഉറക്കം കിട്ടുന്നില്ല. അതുമാത്രമല്ല, ഇന്റേണൽ ബ്ലീഡിങ് വരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ആഴ്ചയും നമ്മൾ ഈ INR ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് 2 ആഴ്ച കഴിഞ്ഞു പോയാൽ അത് ഇന്റേണൽ ബ്ലീഡിംഗ് ആയിട്ട് വരും. അപ്പൊ അവിടെ എവിടെയും ബ്ലഡ് കട്ടയായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അപ്പം ഏകദേശം എനിക്ക് ഈ മെഡിക്ലെയിം ഒന്നുമില്ല, എനിക്ക് കിട്ടത്തുമില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോണേ ചുരുങ്ങിയത് ഒരു 70,000 80,000 രൂപ പോവാറുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ വരുന്നതിന് കുറച്ച് മുമ്പും കൂടെ ഇതുപോലെ അഡ്മിറ്റായി തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് ഒട്ടും ഉറക്കം കിട്ടുന്നില്ല. അതായത് 1 മണിക്കൂർ ഒന്ന് മയങ്ങും, അത് ഉറക്കമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഈ രാത്രി മൊത്തം ഇരുന്നിട്ട് ആവശ്യമില്ലാത്ത പോണ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ തലയിട്ട കയറി വരുന്നത്. അപ്പൊ ഉറക്കം കിട്ടാതെ വരുമ്പോൾ വേണ്ടാത്തതെല്ലാം മനസ്സിലേക്ക് കയറി വരും. അങ്ങനെ ഞാൻ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഫേസ്ബുക്കിൽ കൂടെ ഞാൻ സാറിനെ കാണാനിടയായത്. POP ചെയ്യാം, കയറാം എന്ന് കരുതിയാണ് ഞാൻ POP ജോയിൻ ചെയ്തത്. ആ ഒരു സമയത്തെന്ന് പറയുമ്പം ഞാന് ടെൻഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം കൂടപ്പുറപ്പ് എന്നൊക്കെ പറയാം. അത്രത്തോളം ടെൻഷൻ, അതായത് ഉള്ള ആരോഗ്യം കൂടെ നശിച്ചു പോകുന്നു ഒരവസ്ഥയാണ് എനിക്ക് കാണാനിടയായത്. പിന്നെ ഞാൻ ഒരു രോഗിയാന്നൊരു തോന്നൽ എനിക്ക് കൂടുതൽ എന്നെ ചിന്തിപ്പിച്ചു. ഈ ഒരു അവസ്ഥയിൽ എന്തായാലും ഞാൻ POP ക്ലാസ്സിൽ ചേർന്ന് ഞാൻ എൻ്റെ ഉറക്കത്തിൻ്റെതായ വിഷമാണ് ഞാൻ മാഡത്തിനെ അറിയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സാറിൽ നിന്ന് ഒരു മറുപടി കിട്ടി. ഞാൻ ഇങ്ങനെ അന്ന് ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ആഗ്രഹിച്ചതിലും നനച്ചതിലും അപ്പുറമായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോ കരഞ്ഞു എന്നുള്ളതാ. 4 മണിക്കൂർ ഞാൻ ഉറങ്ങി. 4 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പിന്നെ കണ്ണു തുറന്നു. എന്തായാലും പിന്നീട് അങ്ങോട്ട് പോകുന്ന ഓരോ ദിവസവും എനിക്ക് ഒരുവിധം നല്ല ഉറക്കം കിട്ടി. എനിക്ക് എന്താ പറയാ, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് കൂടെ ഞാൻ ആത്മീയമായിട്ടും കൂടെ പറയുക, ഞാന് ഈ ഉറക്കം ഒട്ടും വരുന്നില്ല, മാനസികമായിട്ട് തകരുന്നു, പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ആഴ്ചയിൽ 3 ദിവസം പള്ളിയിൽ പോകും. അങ്ങനെയൊക്കെ ഞാൻ ഓരോ ദിവസവും പരാതി പറഞ്ഞ് കരഞ്ഞ് തല തല്ലി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ കാണാത്ത ദൈവം എന്നെ കാണാത്തതാണോ, ദൈവം സാറിനെ ഏൽപ്പിച്ചതാണോ എന്നറിയില്ല. ഒരു കാണാത്ത ദൈവത്തെ ഞാൻ POP ഞാൻ കണ്ടു. എന്നെ പോലെ മാനസികമായിട്ട് തകർന്നവരോടും വേദന അനുഭവിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത്, സംശയമില്ലാതെ ഇത്രത്തോളം സംശയിച്ച എന്നെ എൻ്റെ ദൈവം സാറിന്റെ മുമ്പിൽ എത്തിച്ചെങ്കിൽ ധൈര്യമായിട്ട് POP ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം എന്ന് എൻ്റെ ഉറപ്പ്. കൂടാതെ ഈ POP ക്ലാസ്സിന് പണം കൊണ്ട് ഒന്നും താരതമ്യം ചെയ്യാൻ ഒരിക്കലും പറ്റില്ല.